ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള കീബോർഡ് ഷോർട്ട് കട്ടുകളെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം മെയിനായിട്ടും ഇവിടെ നമ്മൾ ഇപ്പം എനിക്ക് ഒരു പുതിയതായിട്ടൊരു ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ കീബോർഡിൽ കൺട്രോളും എന്നും കൂടെ ചേർത്ത് പ്രസ് ചെയ്താൽ മതി. കൺട്രോൾ എൻ എന്ന് കൊടുത്താൽ മതി. അതുപോലെ ഒരു ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ കൺട്രോൾ ഒ എന്ന് കൊടുക്കുക. കൺട്രോൾ ഒ. പിന്നെ അതുപോലെ ഒരു ഫയലിനെ എനിക്ക് സേവ് ചെയ്യണമെങ്കിൽ കൺട്രോൾ എസ് എന്ന് കൊടുക്കുക. പിന്നെ ഇപ്പം നമ്മൾ ചെയ്തൊരു കാര്യം അതിനെ എനിക്ക് അൺഡു ചെയ്യണം. അങ്ങനെ അൺഡു ചെയ്യണമെങ്കിൽ അതിനെ കൺട്രോൾ ഇസഡ് എന്ന് കൊടുക്കാം. റീഡു ചെയ്യണമെങ്കിൽ, അതായത് ഇപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ഡിലീറ്റ് ആവുകയോ എല്ലാം ചെയ്തു, അതിനെ തിരിച്ച് പഴയതുപോലെ ആക്കണമെങ്കിൽ കൺട്രോൾ വൈ എന്നൊക്കെ കൊടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ കൺട്രോൾ എൻ എന്നൊക്കെയാണ് കൊടുക്കുന്നത്. കൺട്രോൾ എൻ എന്ന് പ്രസ് ചെയ്താൽ ഇതുപോലൊരു വിൻഡോ വരും. ഇതിൽ നമുക്ക് വേണ്ട ടെംപ്ലേറ്റ്, ഇപ്പോൾ AutoCAD ISO എന്നുള്ള എടുത്ത്, അല്ലെങ്കിൽ വേറെ ടെംപ്ലേറ്റ് വല്ലതാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഓപ്പൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം മേളിൽ ഇപ്പോൾ ഈ ഡ്രോയിങ് 2 എന്ന് പറയുന്നതിൻ്റെ ഇവിടെ ഡ്രോയിങ് 3 എന്ന് പറഞ്ഞൊരു പുതിയൊരു ഷീറ്റ് ഓപ്പൺ ആയിട്ട് വരും. ഇനി അതല്ല, നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഫയലിനെ എനിക്ക് കൊണ്ടുവരാനാണെങ്കിൽ ഇവിടെ കൺട്രോൾ ഒ എന്ന് കൊടുത്താൽ മതി. കൺട്രോൾ ഒ. അപ്പോൾ ഇവിടെ സെലക്ട് ഫയൽ എന്ന് പറഞ്ഞ് നമുക്കൊരു ലൊക്കേഷൻ ബ്രൗസ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. അതിൽ ഏത് ലൊക്കേഷനിലാണോ കിടക്കുന്നത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഓപ്പൺ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഒരു കാര്യമുണ്ട്, നമ്മൾ നമ്മുടെ ഓട്ടോക്യാഡിൻ്റെ ഡ്രോയിങ്ങുകളാണല്ലോ ഓപ്പൺ ആക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ ഓട്ടോക്യാഡ് ഡ്രോയിങ്സിൻ്റെ ഡ്രോയിങ് ഫോർമാറ്റ് എന്ന് പറയുന്നത് .dwg എന്നുള്ള എക്സ്റ്റൻഷനിലായിരിക്കും കിടക്കുന്നത്. അത് ആ ഫയൽ സെലക്ട് ചെയ്യുക, ഓപ്പൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്തേക്കുന്ന ഫയൽ ഇവിടെ നമുക്ക് ഓപ്പൺ ആക്കി കിട്ടും. ഓക്കെ. ഇനി അതല്ല, എനിക്കിപ്പോൾ ഈ ഒരു ഫയൽ ഞാനിപ്പോൾ ചെയ്തൊരു വർക്ക് ചെയ്ത് വെച്ചേക്കുക, ആ ഒരു വർക്കിനെ എനിക്ക് സേവ് ചെയ്യണമെങ്കിൽ കൺട്രോൾ എസ് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ കൺട്രോൾ എസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇവിടെ ഏത് ലൊക്കേഷനിലാണോ സേവ് ആക്കേണ്ടത്, കൺട്രോൾ എസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഏത് ലൊക്കേഷനിലാണോ സേവ് ആക്കേണ്ടത്, സേവ് ഡ്രോയിങ് എസ് എന്നുള്ള രീതി കാണിക്കും. ആ ഒരു ലൊക്കേഷനിൽ കൊണ്ടുവന്നിട്ട് ഒരു പേര് കൊടുക്കുക, സേവ് കൊടുക്കുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലൊക്കേഷനിൽ കാണിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു സ്റ്റാർട്ടിംഗ് വിൻഡോയിൽ എടുക്കുന്ന സമയത്ത് ഈ ഏത് ഫയലാണോ എടുക്കുന്നത്, റീസെൻറ്റ് ഫയൽസ് എന്നുള്ള രീതിയിൽ അതവിടെ കാണിച്ചിട്ടുണ്ടായിരിക്കും. വേണമെങ്കിൽ ആ ഒരു ഫയലിൽ തന്നെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് ഓപ്പൺ ആക്കി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാൻ പറ്റും. ഇനിയിപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഒരു ലൈൻ എന്തെങ്കിലും വരച്ചെന്ന് വെച്ചോ. അപ്പോൾ ഞാൻ ഏറ്റവും ലാസ്റ്റ് ചെയ്ത സ്റ്റെപ്പ് ഈ ഒരു ലൈൻ വരച്ചതെന്നുള്ളത്. അപ്പോൾ എനിക്കത് കളയണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ ഇസഡ് എന്ന് കൊടുത്താൽ നമുക്കതിനെ അൺഡു ചെയ്യാൻ പറ്റും. അതായത് ലാസ്റ്റ് ചെയ്ത സ്റ്റെപ്പ്, തൊട്ട് മുമ്പുള്ള സ്റ്റെപ്പുകൾ ഇങ്ങനെ ബാക്കിലേക്ക് നമുക്ക് പോകണമെങ്കിൽ കൺട്രോൾ ഇസഡ് എന്ന് കൊടുക്കാം. ഇനി അത് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ കൺട്രോൾ വൈ എന്ന് കൊടുത്താൽ മതി. കൺട്രോൾ വൈ, അതാണ് റീഡു എന്ന് പറയുന്നത്. പിന്നെ ഇത് എനിക്കിപ്പം ഡിലീറ്റ് ചെയ്താൽ, നേരിട്ട് ഡിലീറ്റ് ചെയ്താൽ മതി, സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. പിന്നെ ആ സെലക്ഷനിൽ തന്നെ ഈ റൈറ്റ് സൈഡിലാണെങ്കിൽ ഈ ഗ്രീൻ സെലക്ഷനും ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ബ്ലൂ സെലക്ഷനും ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഇതിൽ ഗ്രീൻ സെലക്ഷൻ ആണെങ്കിൽ ഈ ഗ്രീൻ ബോക്സ് എവിടെയൊക്കെ ടച്ച് ചെയ്യുന്നോ അവിടെ ആ ഒബ്ജക്ട്സുകളെല്ലാം സെലക്ട് ആവും. അതല്ല ബ്ലൂ സെലക്ഷൻ ആണെങ്കിൽ ഈ ബ്ലൂ ബോക്സിനകത്ത് കംപ്ലീറ്റ്ലി വരുന്ന ഒബ്ജക്ട്സ് മാത്രമേ അവിടെ സെലക്ട് ആകത്തുള്ളൂ. പിന്നെ അതുപോലെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് അല്ല, നമ്മുടെ മൗസ് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്താൽ ഇതുപോലൊരു ബോക്സിൻ്റെ കൂട്ടായിരിക്കും സെലക്ഷൻ വരുന്നത്. അതല്ല നമ്മൾ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ആണ് ചെയ്യുന്നത്, ഇതാണ് ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് സെലക്ഷൻ കിട്ടത്തില്ല, കുറച്ചുകൂടെ പാടായിരിക്കും. ആ ഒരു ലാസോ എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും സെലക്ഷൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ ഒരു കോണ്ടിയൂർ പോലെ വരുന്ന ഈ ഒരു സാധനത്തിലായിരിക്കും. അപ്പോൾ അതിനകത്ത് കംപ്ലീറ്റ്ലി വന്നാൽ മാത്രമേ സെലക്ഷൻ കിട്ടത്തുള്ളൂ. അതിൽ എളുപ്പം ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്യുക, മൗസ് ഒന്ന് മൂവ് ചെയ്യുക, അതാണ് എളുപ്പം. ഇനി അതല്ല എനിക്ക് ഓരോന്ന് സെലക്ട് ചെയ്താൽ മതി, ഇതാണ് ഇങ്ങനെ നമുക്ക് ജസ്റ്റ് കൊണ്ടുവന്ന, ഇപ്പോൾ ഈ ഒരു ലൈനാണെങ്കിൽ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് നമ്മൾ ഈ ഒരു ഡൈനാമിക് ഇൻപുട്ട് അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് പറഞ്ഞ സമയത്ത്, ഇത് ഡൈനാമിക് ഇൻപുട്ട് അതുപോലെ ഡ്രാഫ്റ്റിംഗ് സെറ്റിങ്സ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് നമ്മൾ കുറേ ഈ ഫങ്ഷൻ കീസിൻ്റെ യൂസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ള യൂസ് എന്തൊക്കെയാണെന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ F3 എന്നുള്ള ഷോർട്ട് കീ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒബ്ജക്റ്റ് സ്നാപ്പിനെ അല്ല ഓൺ ഓർ ഓഫ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ F3 എന്നുള്ള ഷോർട്ട് കീ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ F3 പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നുകിൽ ഓൺ ആക്കാം അല്ലെങ്കിൽ ഓഫ് ആക്കാം. അപ്പം ജസ്റ്റ് ഓഫായി കിടക്കുകയാണെങ്കിൽ നമ്മൾ F3 എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഓൺ ആക്കാം. ഇത് 2D ഒബ്ജക്റ്റ് സ്നാപ്പിൻ്റെ കാര്യത്തിലാണ് F3 എന്ന് പറയുന്നത്. ഈ സെയിം സാധനം 3Dയുടെ കേസിൽ വരുമ്പോൾ
F4 എന്നുള്ള നമ്മുടെ ഫംഗ്ഷൻ കീ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ F5-നൊക്കെ വേറെ യൂസ് ഉണ്ട്. അതിനെപ്പറ്റിയൊന്നും നമ്മളിപ്പം ഇതുവരെയുള്ള വീഡിയോസിലൊന്നും ചെയ്തിട്ടില്ല. ആ ഒരു പോർഷൻ വരുമ്പോഴത്തേക്ക് നമ്മളത് അതിനെപ്പറ്റി പറയാം. നമ്മൾ ഇതുവരെയുള്ള പറഞ്ഞതിനകത്തുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇനി അടുത്തത് F7 എന്ന് പറഞ്ഞ ഷോർട്ട് കീ നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഒന്നിൽ ഈ ബാക്കിൽ നമ്മുടെ ഗ്രിഡ് ഉണ്ടായിരുന്നല്ലോ, ഈ ഒരു ഗ്രാഫ് പോലെ വരുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ഓൺ ഓഫ് ചെയ്യണമെങ്കിൽ F7 എന്നുള്ളത് യൂസ് ചെയ്യാം. ഇനിയും അടുത്താണ് ഓർത്തോ എന്ന് പറയുന്നത്. ഓർത്തോ എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഈ ലൈനൊക്കെ വരയ്ക്കുന്ന സമയത്ത് എനിക്കിപ്പോൾ ഈ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ, ഇപ്പോൾ ഈ ലൈൻ എല്ലാ ഡയറക്ഷനിലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. എനിക്കതല്ല, ഇതിനെ റെസ്ട്രിക്ട് ചെയ്യണം. ഒന്നീ ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ എന്നുള്ള രീതിയിൽ ഇതിനെ റെസ്ട്രിക്ട് ചെയ്യണമെങ്കിലാണ് നമ്മൾ ഈ F8 എന്നുള്ളത്, ഓർത്തോ എന്നുള്ളത് ഓൺ ഓഫ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഇപ്പം ഞാൻ F8 ഒന്ന് ഓൺ ആക്കിയാൽ ഇതിപ്പോൾ ഹൊറിസോണ്ടൽ മാത്രമേ നിൽക്കത്തുള്ളൂ, ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഇങ്ങനെ മാത്രമേ കിട്ടത്തുള്ളൂ. ഓഫ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും ഇതിനെ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ F9 എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് സ്നാപ്പ് എന്ന് പറയുന്നത്, അതായത് സ്നാപ്പ് ആൻഡ് ഗ്രിഡ് എന്നുള്ള ഓപ്ഷനകത്ത് സ്നാപ്പ്. അതായത് ഇപ്പം നമ്മുടെ ഓരോ സ്റ്റെപ്പുകളും ആ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇപ്പം നമ്മൾ ഈ സ്നാപ്പ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണോ വാല്യൂ സെറ്റ് ചെയ്തേക്കുന്നത് അതനുസരിച്ചായിരിക്കും ഇതിൻ്റെ ഓരോ ജമ്പുകളും വരുന്നത്. അതായത് കർസർ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് മൂവ് ചെയ്യുന്നത് എപ്പോഴും ഈ ഒരു സ്നാപ്പ് ഡിസ്റ്റൻസിന്റെ ബേസിലായിരിക്കും. അപ്പോൾ അത് അങ്ങനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്നാപ്പ് ഓൺ ആക്കി ഇടാം. അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കേണ്ടെന്നുണ്ടെങ്കിൽ സ്നാപ്പ് ഓഫ് ആക്കിയിട്ടിരുന്നാൽ മതി. ഇനി അടുത്തതാണ് പോളാർ ട്രാക്കിംഗ്. പോളാർ ട്രാക്കിംഗ് എന്ന് പറയുന്ന ഒരു ആംഗിളിനെ നമുക്കൊന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയായിരുന്നു യൂസ് ചെയ്തത്. അപ്പോൾ അത് ഓണോ ഓഫ് ചെയ്യണമെങ്കിലാണ് ഈ പോളാർ ട്രാക്കിംഗ് എന്നുള്ള യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പം നമ്മളിവിടെ ഇപ്പോൾ പോളാർ ട്രാക്കിംഗ് ഓൺ ആക്കണമെങ്കിൽ F10 എന്നുള്ളത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു ലൈനൊക്കെ എടുത്ത് വരയ്ക്കുന്ന സമയത്ത് ആണ്ട് ഇതുപോലെ പോളാർ എന്നുള്ള രീതിയിൽ ഒരു ഡോട്ടഡ് ലൈൻ കാണിക്കും. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിലാണ് ഈ പോളാർ ട്രാക്കിംഗ് എന്നുള്ളത് ഓൺ ആക്കേണ്ടത്. ഇത് ഓഫ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ട്രാക്കിംഗ് ആ ഒരു ഐറ്റം അവിടെ കിട്ടത്തില്ല. അപ്പോൾ എപ്പോഴും പോളാർ ട്രാക്കിംഗ് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയാൽ നമുക്ക് കറക്റ്റ് ഈ ഒരു ആംഗിൾ കാര്യങ്ങൾ ട്രാക്ക് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഇത് തന്നെ ഒബ്ജക്റ്റ് സ്നാപ്പ് എന്നുള്ളത് നമ്മൾ പറഞ്ഞായിരുന്നു, ഈ എൻഡ് പോയിന്റ്, മിഡ് പോയിന്റ്, അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പം എനിക്കിപ്പോൾ ഒരു ലൈൻ, ഇപ്പോൾ ഈ ഒരു കോർണറിന് സ്ട്രെയിറ്റ് നേരെയായിട്ട് എനിക്കൊരു ലൈൻ വരയ്ക്കണമെങ്കിൽ ജസ്റ്റ് നമ്മൾ ഈ ഒരു F11 എന്നുള്ളതൊന്ന് ഓൺ ആക്കി ഇടുക. എന്നിട്ട് ഇപ്പോൾ ഇതിൻ്റെ അടുത്ത് കർസർ ഒന്ന് കൊണ്ടുവെക്കുക, ക്ലിക്ക് ചെയ്യേണ്ട, ജസ്റ്റ് കൊണ്ടുവച്ചിട്ടൊന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ്ട് ഇതുപോലൊരു ഡോട്ടഡ് ലൈൻ കാണിക്കും. ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ ഒബ്ജക്റ്റ് സ്നാപ്പ് ട്രാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒബ്ജക്റ്റ് സ്നാപ്പിനെ ട്രാക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഡ്രോയിങ് കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ പറ്റും. അപ്പോൾ അത് കിട്ടണമെങ്കിലാണ് ഈ പറഞ്ഞ F11 എന്ന് പറഞ്ഞത് നമ്മൾ ഓൺ ആക്കി ഇടേണ്ടി വരും. ഇനി അടുത്തൊരു ഓപ്ഷനാണ് ഡൈനാമിക് ഇൻപുട്ട് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ കമാൻഡ് കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ സ്ക്രീനിൽ വരാനുള്ള ഓപ്ഷനാണ് ഡൈനാമിക് ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൺ ആക്കി, ഡൈനാമിക് ഇൻപുട്ട് ഓൺ ആണെങ്കിൽ മാത്രമേ ഇങ്ങനെ സ്ക്രീനിൽ കർസറിൻ്റെ കൂടെ നമുക്ക് ആ ഒരു ഓപ്ഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിനെ ഓൺ ഓഫ് ആക്കാനുള്ള ഫംഗ്ഷൻ കീ ആണ് F12 എന്ന് പറയുന്നത്, F12. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ അതുപോലെ ഈ ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ്സ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ്സിൻ്റെ അതിലേക്ക് പോകാനുള്ള കമാൻഡ് എന്ന് പറയുന്നത് DS എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇതുപോലെ തന്നെ ഇപ്പം ഈ ലൈന്, പോളി ലൈന്, സർക്കിൾ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തേക്കുന്ന എല്ലാ ഓപ്ഷൻസിനും ഇതുപോലൊരു കമാൻഡ് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയും വരുന്ന വീഡിയോസിൽ അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കെല്ലാം ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കൂടുതൽ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ ഒക്കെ കാണുകയാണെങ്കിൽ അവർക്കും കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാകും. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോസിൽ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ഓട്ടോക്യാഡിൻ്റെ ട്യൂട്ടോറിയലുകൾ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിനകത്ത് ഡൗട്ട് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ചോദിക്കുകയാണെങ്കിൽ ഡൗട്ട് നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. അടുത്ത വീഡിയോസിൽ നമുക്ക് ഈ ഒരു ലൈനൊക്കെ ഉപയോഗിച്ച് എങ്ങനെയാണ് ഡ്രോയിങ് വരയ്ക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതൽ ഡെപ്തിൽ പറയാം. ഓക്കെ.